ഹായ്. ഈ BGIIP എന്ന് കേട്ടിട്ടുണ്ടോ? സംഗതി ഇപ്പോൾ ശകലം വൈറലാണ്. ബ്ലൂ ആൻഡ് ഗ്രീൻ ഐലൻഡ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്നുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള രൂപം. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഫെസിലിറ്റിയും ചേർന്ന് ഒരുമിച്ച് ചെയ്യുന്ന ഒരു വലിയ പ്രൊജക്റ്റാണിത് കേട്ടോ. സംഗതി ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ്. ചെറിയ ചെറിയ ദ്വീപ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ മൗറീഷ്യസ്, മൈക്രോനേഷ്യ, തുവാലു, വനുവാറ്റു തുടങ്ങി ഒട്ടനേകം പസഫിക് സമുദ്രം അടക്കം ഉള്ള പല ഭാഗങ്ങളിലുള്ള ചെറിയ ചെറിയ രാജ്യങ്ങൾ. അപ്പോൾ ഇവരുടെ എന്ത് കാര്യമാണ് ഈ ഒരു പ്രൊജക്റ്റ് മൂലം പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ നേരിടുന്ന എൻവയോൺമെന്റൽ ചലഞ്ചസ് ഉണ്ടല്ലോ, അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ പ്രൊജക്റ്റാണിത്. ഇവരെന്തിനെയാണ് നേരിടുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് ഡെവലപ്മെന്റിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഡെവലപ്മെന്റിന്റെ പിന്നെ കുതിച്ച പല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും ഒരുപാട് ടൺ കണക്കിന് കോളുകൾ അങ്ങനെ കത്തിച്ചു ചേർത്തല്ലേ. അപ്പം ഇങ്ങനെ കത്തിച്ചു ചേർത്ത കോളിൻ്റെയും ഫോസിൽ ഫ്യൂലിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് കാർബൺ പൊല്യൂഷൻ നമ്മുടെ ലോക രാജ്യങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. ഇപ്പോൾ ഇന്ത്യ അടക്കം ചൈന അടക്കം പല രാജ്യങ്ങളും ഡെവലപ്മെൻറ്റുമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴും കോള് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാവുകയാണ്. ഇതിനിടയ്ക്ക് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന ആശയം കോൺഫറൻസ് ഓഫ് പാർട്ടീസ് യുണൈറ്റഡ് നേഷൻസ് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യ 2070 കാർബൺ ന്യൂട്രൽ ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും പല രാജ്യങ്ങളും ഇങ്ങനെ കോള് കത്തിച്ച് തീർക്കുമ്പോൾ കാർബൺ ഇങ്ങനെ പുറത്തേക്ക് വീണ്ടും വീണ്ടും വമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ദുരനുഭവങ്ങൾ ഉണ്ടാകേണ്ടി വരുന്ന കുറച്ച് കൊച്ചു രാജ്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സ്. സീ ലെവൽ ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ അകലെയൊന്നും അല്ലാതെ അടുത്ത് തന്നെ സോളമൻ ഐലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ 3-4 ഐലൻഡുകൾ പൂർണ്ണമായും വാനിഷായി പോയ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് പൂർണ്ണമായും ആ രാജ്യത്തിൻ്റെ കംപ്ലീറ്റ് ഗ്ലേഷ്യറുകളും നഷ്ടപ്പെട്ട വാർത്തകളും നമ്മൾ അറിഞ്ഞതാണ്. ആഗോളതാപനം ഒരു വലിയ വിഷയമാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻസിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഈ പറഞ്ഞ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഒക്കെ കൂടാറുണ്ട്. ഇപ്രാവശ്യം കോപ്പ് നടത്തുന്നത് COP 29 എന്നാണ് അതിൻ്റെ പേര്. നടക്കുന്നത് ബാക്കു എന്ന് പറയുന്ന സ്ഥലത്താണ്. അസർബൈജാന്റെ ക്യാപിറ്റലാണ് ബാക്കു. 2025 സ്ഥലവും നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. ആ സ്ഥലത്തിന്റെ പേര് ബെലം എന്നാണ്. ബ്രസീലിലെ ആമസോൺ റിവറിന്റെ തീരത്തിലുള്ള ഒരു മനോഹരമായ സ്ഥലമാണ് ബെലം. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്മിറ്റികളും പ്രോഗ്രാമുകളായിട്ട് മുമ്പോട്ട് പോകുമ്പോഴും ഈ സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, അവരുടെ ആകുലതകൾ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിക്കൊടുക്കാൻ പറ്റുന്നില്ല. ഇത്തരത്തിലുള്ള കാർബൺ എമിഷൻ കാരണം ഉണ്ടാകുന്ന ഗ്ലോബൽ വാർമിങ്ങിന്റെ ആധിക്യം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ഈ രാജ്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് കൂടിയാണ് $134 ബില്യൺ മുതൽ മുടക്കിയുള്ള ഈ വലിയ പ്രൊജക്ടിന്റെ ഉദ്ദേശം. എന്തായാലും ആ ഉദ്ദേശം മംഗളമായി നടക്കട്ടെ. ഇപ്പോൾ അതിന് സമാരംഭം കുറിച്ചിരിക്കുകയാണ്. എല്ലാം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകട്ടെ. നമുക്ക് എല്ലാവിധ ആശംസകളും ആശംസിക്കാം. താങ്ക് യു.